പ്രിയമുള്ളവരെ, മതമില്ലാത്ത ജീവൻ എന്ന പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ജാതി മത ചിന്തകളെ കുടഞ്ഞുകളഞ്ഞ് ഒരു പുതിയ തലമുറ വളർന്നു വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ജന്മനാടിനെ ഭാസ്വരമാക്കാൻ കഴിയൂ എന്ന ഒരവസ്ഥാവിശേഷം പുതിയ കാലത്ത് സംജാതമായിരിക്കുകയാണ്. ഇന്ത്യയുടെ സമസ്ത തലങ്ങളിലും ആകാശത്തും ഭൂമിയിലും എല്ലായിടത്തും മതപരമായ ജാതീയമായ അന്ധവിശ്വാസ നിർഭരമായ ഒരുപാട് ആശയങ്ങൾ ഇന്ത്യക്കാരെ ആകമാനം പൊതിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന വളരെ ഇരുൾ മൂടിയ ഒരു കാലഘട്ടത്തിൽ മതമില്ലാത്ത ജീവൻ എന്ന തിരിച്ചറിവിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു എന്നത് വളരെ അഭിമാനകരമാണ്. ഈ പുരസ്കാരം ഏർപ്പെടുത്തിയ കേരള യുക്തിവാദി സംഘത്തെ ഹാർദമായി അഭിനന്ദിക്കുന്നു. വിദ്യാർത്ഥിനികളെ ഹാർദമായി അഭിനന്ദിക്കുന്നു. കൂടുതൽ കരുത്തോടുകൂടി ഈ ചിന്തകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ ജീവിതത്തിലുടനീളം എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിൽ ഇന്ന് മതമില്ലാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിലെ പേരിൽ കൊടുത്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികമാണ്. അതിൽ തന്നെ ഈ പ്രാവശ്യം SLC പാസ്സായത് നിരവധി കുട്ടികളുണ്ട്. അതിലൊരു 10 പേരെ മാത്രമാണ് നമുക്ക് ഇവിടെ ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നത്. അതിൽ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. അവരെ ഞാനിവിടെ ഒന്ന് പരിചയപ്പെടുത്തി വിളിക്കുന്നതായിരിക്കും. നിത്യ പ്രേം എറണാകുളം ജില്ലയിൽ നിന്നെത്തുന്നു. എറണാകുളം ജില്ലയിലെ മനക്കപ്പള്ളിയിലാണ് വീട്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന എഴുവിൻ്റെ ഗോപിനാഥിൻ്റെ മകൻ പ്രേമിൻ്റെയും റെലുജയുടെയും മകളാണ് നിത്യ പ്രേം. നിത്യ ഡാൻസ്, കൊറിയോഗ്രാഫി കലാകാരിയാണ്. മുത്തച്ഛനെ പോലെ തന്നെ നേതൃത്വത്തോടുള്ള ഒരു കുട്ടിയാണ്. നിത്യയെ ഈ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ആനന്ദ് കണ്ണൂർ ജില്ലക്കാരനാണ്. അച്ഛൻ KK കൃഷ്ണൻ കേരള യുക്തിവാദി സംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അമ്മ പ്രീതി ഡെപ്യൂട്ടി തഹസിൽദാരാണ്. ആനന്ദ് ട്രിപ്പിൾ ഡ്രം, കീബോർഡ്, ജാസ് ഡ്രം കലാകാരനാണ്. വയലിൻ കലാകാരി മതമില്ലാത്ത ജീവൻ ചന്ദനയാണ് സഹോദരി. ജുവറ്റ് സോണി സാജൻ ഇടുക്കി ജില്ലയിൽ നിന്നെത്തുന്നു. അമ്മ സോണിയ മാത്യു വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അച്ഛൻ സാജൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുന്നു. സഹോദരി ജുവൽ സോണിയ സാജൻ ജുവറ്റ് ഫുട്ബോൾ കളിക്കാരനും ചിത്രരചനയിലും പ്രാവീണ്യമുള്ള ആളാണ്. അനന്യ MJ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്നെത്തുന്നു. അമ്മ അഞ്ജന, അച്ഛൻ ജയചന്ദ്രൻ ദമ്പതികളുടെ മധുരഹിതയായ ഏകമകളാണ്. ഇംഗ്ലീഷിൽ കവിത എഴുതുന്നതിലും കവിത ചൊല്ലുന്നതിലും സബ് ജില്ലാ തലത്തിൽ A ഗ്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. മിടുക്കിയാണ്. സംസ്ഥാന ശാസ്ത്രമേഖലയിൽ തുടർച്ചയായി പങ്കെടുത്ത് 2 പ്രാവശ്യം A ഗ്രേഡ് നേടിയിട്ടുണ്ട്. കൂടാതെ ബാലശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ശാസ്ത്രമേളയിലും സംസ്ഥാനത്ത് നിന്ന് A ഗ്രേഡ് നേടിയിട്ടുണ്ട്. തിരുവാതിര കളി, സംഘനൃത്തം തുടങ്ങിയവയിലും സ്കൂൾ തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അനന്യയുടെ അമ്മയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മിഥുൽ സാജു പാലക്കാട് ജില്ലയിൽ നിന്നെത്തുന്നു. അമ്മ ഷേർലി മാത്യു, അച്ഛൻ സാജു മാത്യു. സഹോദരങ്ങളിൽ മിലീന സാജു JNUവിൽ PhD ചെയ്യുന്നു. മിലൻ സാജു ഫിൻലൻഡിൽ PhD ചെയ്യുന്നു. സാജു മാത്യു KSABയിൽ അമ്മ ഷേർലി മാത്യു അധ്യാപികയുമായി വർക്ക് ചെയ്യുന്നു. റോഷൻ മലപ്പുറം ജില്ലയിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്നു. അമ്മ വിനീത ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. അച്ഛൻ രാംദാസ് ഡോക്യുമെൻ്ററി സിനിമകൾ ചെയ്യുന്നു. സഹോദരി
അദീതി 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മറ്റൊരു മതമില്ലാത്ത ജീവനാണ്. കോഴിക്കോട് ഫാറൂഖിലെ സ്ഥിരതാമസമാണ്. അദീഷ് വയനാട് ജില്ലയിൽ നിന്നെത്തുന്നു. അമ്മ സുശ്രീ, അച്ഛൻ അശ്വിൻ. കേരള യുക്തിവാദി സംഘം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന രാജു ജോസഫിൻ്റെ കുടുംബമാണ്. അദീഷ് പഠനേതര പ്രവർത്തനങ്ങൾക്ക് US സ്കോളർഷിപ്പ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള തളിർ സ്കോളർഷിപ്പ്, 7th മുതൽ 10th വരെ NCC A സർട്ടിഫിക്കറ്റ്, ജില്ലാതലത്തിൽ വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള അദീഷിൻ്റെ മൂത്തച്ഛൻ ചന്ദ്രചേട്ടനാണ് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നിരഞ്ജനാണ്. നിരഞ്ജൻ എത്തിയിട്ടില്ല. നിരഞ്ജന് വേണ്ടി പാലക്കാട് ജില്ല ഇന്നലെ ചാമ്പ്യൻ സാറ് അവാർഡ് ഏറ്റുവാങ്ങുന്നു. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നിഹാരികയുണ്ട്. നിഹാരികയ്ക്ക് വേണ്ടി പാലക്കാട് ജില്ലയിൽ നിന്ന് മോഹൻ സാറ് അവാർഡ് ഏറ്റുവാങ്ങുന്നു. അത് തിരുവനന്തപുരം ജില്ലയിലുള്ള അമൻ S. ഗോവിന്ദാണ്. അമൻ S. ഗോവിന്ദിൻ്റെ തിരുവനന്തപുരം സ്വദേശിയാണ്. അമ്മ അനീഷ VA സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡിൽ എഞ്ചിനീയറാണ്. അച്ഛൻ ശ്രീനി ഗോവിന്ദ് കെട്ടിട നിർമ്മാണ മേഖലയിൽ യാത്രാ ഓപ്പറേഷനിൽ വ്യാപൃതനാണ്. ഇവരുടെ മതമില്ലാത്ത പുത്രനാണ്. തിരുവനന്തപുരം ജില്ലാ പ്രവർത്തകരായ മിശ്ര ദമ്പതികളെ കൃഷ്ണകുമാരിയുടെയും അബ്ദുൽ കലാമിൻ്റെയും പൗത്രനാണ് അമൽ S. ഗോവിന്ദ്. അവാർഡ് സംസ്ഥാന സെക്രട്ടറി ശ്രീ സന്തോഷ് മാനോ സ്വീകരിക്കുന്നു. ഈ വർഷം 10 പേരെയാണ് നമുക്കിവിടെ അഭിനന്ദിക്കാൻ പറഞ്ഞിരുന്നത്. അതിൽ 7 പേര് എത്തിയിരുന്നു. ബാക്കിയുള്ളവരുടെ മറ്റുള്ളവരിൽ മറ്റ് ജില്ലാ ഭാരവാഹികളെ ഏൽപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. മതമില്ലാത്ത ജീവന് എല്ലാ വർഷവും നമുക്ക് കൂടുതൽ കുട്ടികൾ വരുന്നുണ്ട്. ഈ നമുക്കിവിടെ പങ്കെടുക്കാൻ എത്തിയൊരു കുറച്ച് 10 പേരെ ഉള്ളെങ്കിൽ തന്നെയും ഇന്ന് ഒട്ടനവധി കുട്ടികൾ ആണ് മതമില്ലാത്ത ജീവനായിട്ട് പേര് രജിസ്റ്റർ ചെയ്ത് പേര് സ്കൂൾ സർട്ടിഫിക്കറ്റുകളിലും മറ്റ് രേഖകളിലും മതമില്ലാതെ ജാതിയില്ലാതെയും വളർന്ന ഒരു വലിയ സമൂഹം തന്നെ നമുക്കുണ്ട്. അത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതിൽ അഭിമാനത്തോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.